ലഹരിക്കെതിരെ വ്യത്യസ്തമായ പ്രചരണ പരിപാടിയുമായി തിരുവനന്തപുരം നഗരസഭയും പോലീസും. ക്രിക്കറ്റാണ് ലഹരി എന്ന പ്രഖ്യാപനവുമായി സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. വാശിയേറിയ മത്സരത്തിൽ നെടുമങ്ങാട് നഗരസഭാ ടീമിനെ നെടുമങ്ങാട് പോലീസ് ടീം പരാജയപ്പെടുത്തി. യുവതലമുറയിലെ ലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളാണ് നെടുമങ്ങാട് നഗരസഭയും നെടുമങ്ങാട് പോലീസും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ക്രിക്കറ്റാണ് ലഹരി എന്ന പേരിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത്. ജീവിതം തന്നെയാണ് ലഹരി. അതിലേക്ക് ഇതുപോലെയുള്ള കളികൾ തന്നെ നമുക്കറിയാം. ഈ നിൽക്കുന്നവരെല്ലാം തന്നെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ടുള്ളവരായിരിക്കും. ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കിതൊരു ക്രൈസ് തന്നെ, ലഹരി തന്നെയായിരുന്നു. അപ്പോൾ ഡ്രഗ്സ് അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലഹരി കിട്ടുന്നത് ഇതുപോലെയുള്ള ആരോഗ്യകരമായ, മനസ്സിനും ശരീരത്തിനും ആരോഗ്യം തരുന്ന ഇതുപോലെയുള്ള ഗെയിംസാണ് എന്നുള്ള ഒരു സന്ദേശം സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഗെയിം സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നഗരസഭയിലെ കൗൺസിലർമാരും നെടുമങ്ങാട് പോലീസും തമ്മിലായിരുന്നു മത്സരം. വീറും വാശിയുമേറിയ മത്സരത്തിൽ പോലീസ് സംഘം നഗരസഭയെ 21 റൺസിന് കീഴ്പ്പെടുത്തി. ലഹരിക്കെതിരെ ബാറ്റും ബോളും എടുത്ത് നഗരസഭാ കൗൺസിലർമാരും പോലീസും സൗഹൃദ മത്സരത്തിനാണ് എത്തിയതെങ്കിലും കളി ആരംഭിച്ചതോടെ ക്രിക്കറ്റ് കളിയോടാണ് ലഹരി എന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന പ്രകടനമാണ് ഇരു ടീമുകളും പുറത്തെടുത്തത്. യുവജനങ്ങൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം വ്യാപിപ്പിക്കാതിരിക്കാൻ ഇത്തരം കായിക മത്സരങ്ങളിലൂടെ കഴിയുമെന്ന് സംഘാടകർ പറയുന്നു. നെടുമങ്ങാട് കല്ലമ്പാറ ടർഫിൽ വെച്ച് നടന്ന മത്സരം നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ ഉദ്ഘാടനം ചെയ്യുകയും വിജയികൾക്ക് ട്രോഫി കൈമാറുകയും ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.